നടൻ സുരേഷ് ഗോപിയുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച വർഷങ്ങളിൽ ഒന്നാണിത്. ജനുവരിയിൽ ആയിരുന്നു നടൻ്റെ മൂത്ത മകൾ ഭാഗ്യ സുരേഷിൻ്റെ വിവാഹം. പ്രധാനമന്ത്രി മോദിയും താരരാജാക്കന്മാരടക്കം പങ്കെടുത്ത വലിയ താരാഘോഷത്തിലാണ് താരപുത്രിയുടെ വിവാഹം നടന്നത്. ഇതിനു പിന്നാലെ ലോക്സഭാ ഇലക്ഷനിൽ എംപിയായി സുരേഷ് ഗോപി മത്സരിച്ചിരുന്നു. മുൻപ് മത്സരിച്ച് തോറ്റ അതേ മണ്ഡലത്തിൽ വീണ്ടും മത്സരിച്ച് വിജയിച്ചിരിക്കുകയാണ് താരം. മാത്രമല്ല, കേന്ദ്രമന്ത്രിയായിട്ടും സുരേഷ് ഗോപി എത്തുന്നതായിട്ടാണ് വാർത്തകൾ. പെട്ടെന്നുണ്ടായ വിജയത്തിൻ്റെ സന്തോഷത്തിലാണ് സുരേഷ് ഗോപിയും കുടുംബവും. ഇതിനു പിന്നാലെ സുരേഷ് ഗോപിയുടെ മകനും നടനുമായ ഗോകുൽ സുരേഷ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച സിനിമയും പുറത്തിറങ്ങി. അരുൺ ചന്തു സംവിധാനം ചെയ്ത ഗഗനചാരി എന്ന ചിത്രമാണ് കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്തത്. ഈ സിനിമ കാണാൻ ഗോകുലിൻ്റെ സഹോദരി ഭാഗ്യയും ഭർത്താവ് ശ്രേയസുമൊക്കെ ഒരുമിച്ച് എത്തിയിരുന്നു. ഇതിനിടെ മാധ്യമങ്ങളുമായി സംസാരിക്കവേ മൂവരും പുതിയ സന്തോഷം പങ്കുവച്ചിരിക്കുകയാണ്. ഭാഗ്യയുടെ ഭർത്താവിനോട് സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ എന്നടക്കം ചോദ്യങ്ങൾ വന്നിരുന്നു. എന്നാൽ സിനിമയിലേക്ക് നോക്കുന്നില്ല. പ്രണവ് മോഹൻലാൽ ലുക്ക് ഉണ്ടെന്ന് മിക്ക ആളുകളും പറയുന്നുണ്ടെന്ന് ശ്രേയസ് പറയുന്നു. തൃശ്ശൂരിലെ വിജയത്തിൽ സന്തോഷമുണ്ട്. അങ്കിൾ ചെയ്യുന്ന കാര്യത്തിൽ ഇപ്പോൾ എങ്കിലും ആളുകൾ മനസ്സിലാക്കി എന്നുള്ളത് സന്തോഷം തന്നെയാണ്. മുൻകാലങ്ങളിൽ കിട്ടിയിരുന്നെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി കൂടുതൽ പ്രവർത്തിക്കാൻ സാധിച്ചേനെ. ഇത്രയധികം ഭൂരിപക്ഷം കിട്ടുമെന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇനിയും വരുന്ന ടേമിൽ ആ വികസനം എല്ലാവർക്കും മനസ്സിലാകും. അങ്കിളിനെ എല്ലാവരും തിരിച്ചറിഞ്ഞു. ഇത്തവണയെങ്കിലും അങ്കിളിനെ ആളുകൾ ഏറ്റെടുത്തതിൽ സന്തോഷം. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു. ഗോകുലിൻ്റെ സിനിമ ഇറങ്ങി. അങ്കിളിൻ്റെ വിജയം ഇതൊക്കെ ഒരു നല്ല സമയത്തിൻ്റെ ലക്ഷണമാണ്. അതൊക്കെ വേണ്ട പോലെ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതിലാണ് കാര്യം. എല്ലാത്തിനും സന്തോഷം. ഞാൻ ബിസിനസ്സാണ് നടത്തുന്നത്. ബാക്കിയുള്ള പ്ലാൻസ് എല്ലാം നിങ്ങളും അറിയുമല്ലോ എന്നാണ് സുരേഷ് ഗോപിയുടെ മരുമകൻ പറയുന്നത്. നല്ലത് ചെയ്താലും ആളുകൾ കുറ്റം പറയും. അതൊക്കെ നോക്കിയാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അച്ഛൻ അച്ഛൻ്റെ വർക്ക് നോക്കി മുന്നേറുന്നു. അതല്ലാതെ ഒന്നിനും ചെവി കൊടുക്കുന്നില്ല. എത്ര വിമർശനം വന്നാലും ട്രോളുകൾ വന്നാലും അച്ഛൻ അച്ഛൻ്റെ വർക്കും കുടുംബവും മുൻനിർത്തിയും ആളുകളെ മുൻനിർത്തിയുമൊക്കെ തന്നെയാണ് പോകുന്നത്. അത് അങ്ങനെ തന്നെ പോവുകയും ചെയ്യുമെന്നാണ് ഭാഗ്യ പറയുന്നത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ അച്ഛനെ കുറച്ചുകൂടി നഷ്ടമായി എന്നാണ് ഗോകുൽ പറയുന്നത്. ജനങ്ങൾക്ക് കുറച്ചുകൂടി അച്ഛനെ കിട്ടി. നേരത്തെ അവസരം കൊടുത്തിരുന്നെങ്കിൽ കുറച്ചു കാലം മുൻപേ അച്ഛൻ കുറെ കൂടി ചെയ്തേനെ. വോട്ടുകൾ വ്യക്തിക്കുള്ളത് തന്നെയാണെങ്കിൽ എന്തുകൊണ്ട് അച്ഛൻ നേരത്തെ ജയിച്ചില്ല? എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഒരു രജിസ്ട്രേഷൻ വിഷയവും ബീഫ് വിഷയവും കിരീടം വിഷയവും വന്നത്? ഞങ്ങൾ 8-9 വർഷം മുൻ ഉപയോഗിച്ച വണ്ടിക്കാണ് പെട്ടെന്ന് ഒരു സമയം രജിസ്ട്രേഷൻ വിഷയം വന്നതെന്നും ഗോകുൽ പറയുന്നു.